കർത്താവ് മാത്രമാണ്. ആമേൻ. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ദൈവം ചെയ്ത ഉപകാരങ്ങൾ ആമേൻ ഒന്നും മറക്കരുതെന്ന്. ആമേൻ ആമേൻ. ദൈവം നമുക്ക് ചെയ്തതായ ഉപകാരങ്ങൾ, ദൈവം നമ്മെ നടത്തിയ സ്നേഹങ്ങൾ, ദൈവം നമ്മെ കരുതിയ വിധങ്ങൾ ഓർക്കുമ്പോൾ നമുക്ക് അടങ്ങിയിരിക്കാൻ കഴിയുകയില്ല. ആ കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ച് ചേർന്ന് കർത്തൃമുഖത്തേക്ക് നോക്കി നമുക്ക് ഒരുമിച്ച് പാടി തുടങ്ങാമല്ലോ. ഹല്ലേലൂയ. ക്ഷീണിതൻ ആകുമ്പോൾ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും അപ്പനെ. ക്ഷീണിതൻ ആകുമ്പോൾ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും അപ്പനെ. ആമേൻ. ക്ഷീണിതനാകുമ്പോൾ തോളതിൽ വഹിച്ച് നമ്മെ ലാളിച്ച് നടത്തുന്ന ഒരു അപ്പൻ നമ്മുടെ കൂടെയുള്ളതിനാൽ നിറഞ്ഞ മനസ്സോടെ ഒരുമിച്ച് യെസ് ഹല്ലേലൂയ. നടത്തും അപ്പനെ. ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. നല്ല ദേവനേ ഞങ്ങൾ എല്ലാവരെയും, നല്ല ദേവനേ ഞങ്ങൾ എല്ലാവരെയും നല്ലതാക്കി നിന്റെ ഇഷ്ടത്തെ ചൊല്ലിടണമേ. നല്ലതാക്കി നിന്റെ ഇഷ്ടത്തെ ഒരിക്കൽ കൂടി യേശുവാ
മേച്ചിലങ്ങൾ മേഞ്ഞിടുവാനാ മെച്ചമായ ആഹാരത്തെ നീ നൽകിടേണമേ. മെച്ചമായ ആഹാരത്തെ നീ നൽകിടേണമേ. ഇമ്പമേറിയ അൻപുള്ള സോരം പാടിക്കൊണ്ടിരിക്കുമ്പോൾ അൻപുള്ള സോരം മുമ്പേ നാടൻ ഇമ്പമേറിയ അൻപുള്ള സോരം ഇമ്പമേറിയ അൻപുള്ള സോരം ഇമ്പമേറിയ അൻപുള്ള സോരം മുമ്പേ നാടുന്നു സദാ കേൾപ്പിക്കേണ്ടതേ. മുമ്പേ നാടുന്നു സദാ കേൾപ്പിക്കേണ്ടതേ. എത്ര പേര് ദൈവസന്നിധിയിൽ അങ്ങനെ പറയും? ആമേൻ. ആ വരികളൊക്കെ പാടുമ്പോൾ സഹോദരങ്ങളെ അറിയാതെ കണ്ണുകൾ നിറഞ്ഞു പോകുകയാണ്. ഇമ്പമേറിയ നിന്റെ അൻപുള്ള സ്വരം മുൻപേ നടന്ന് സദാ എന്നെ അങ്ങ് കേൾപ്പിക്കണമേ. എനിക്കറിയില്ല, ഈ മീറ്റിങ്ങിനകത്ത് ആരോടോ ദൈവാത്മാവ് ടച്ച് ചെയ്യുന്നുണ്ട്. അവ ചില ശബ്ദം നിങ്ങൾ ഇന്ന് രാത്രി കേൾക്കും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ആരൊക്കെ പ്രാർത്ഥിക്കുകയാണ്? ഒരു വാക്ക് മതി എന്റെ സ്ഥിതി മാറും, ഒരു വാക്ക് മതി എന്റെ സാഹചര്യങ്ങൾ മാറും, ഒരു വാക്ക് മതി എന്റെ സീസണെ ദൈവം ചേഞ്ച് ആക്കും, ഒറ്റൊരു വാക്ക് മതി എന്റെ ഫാമിലിക്കകത്ത് വലിയ വിടുതലുകൾ വെളിപ്പെടും, എന്റെ തലമുറയ്ക്ക് വിടുതലുകൾ വെളിപ്പെടും, ഓ എന്റെ ജോലിക്കകത്ത് വിടുതൽ വെളിപ്പെടും. ഇന്ന് രാത്രിയിൽ എത്ര പേര് അത് കൊതിക്കുന്നുണ്ട്? നിന്റെ ഇമ്പമേറിയ അൻപുള്ള സ്വരം എന്നെ അങ്ങ് കേൾപ്പിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ നിരസിക്കാത്ത നല്ല കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മുടെ കൂടെയുണ്ട്. ആമേൻ. ആ കർത്താവിൽ നമുക്ക് ഒരുമിച്ച് ആശ്രയിക്കാമല്ലോ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രിയിലും ആമേൻ എല്ലാ ക്ഷീണങ്ങളെ മാറ്റുന്ന, ആമേൻ നമ്മുടെ ആമേൻ തകർച്ചകളും തളർച്ചകളും മാറ്റുന്ന ഒരു നല്ല കർത്താവ് ആമേൻ നമ്മുടെ കൂടെയുള്ളതിനാൽ ഇന്ന് രാത്രിയിൽ നമ്മുടെ ഇരുകരങ്ങളും ചേർത്തടിച്ച് സന്തോഷത്തോടെ ലഭിച്ച അവസരം ഒട്ടും നഷ്ടമാക്കാതെ നമുക്ക് കരങ്ങളെ അടിച്ച് പാടി നമ്മളെ കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. ഹല്ലേലൂയ. യേശുവിൻ നാമം വിടുതലാ, യേശുവിൻ നാമം രക്ഷയാ, യേശുവിൻ നാമം ശക്തിയാ, യേശു എന്നെ വീണ്ടെടുത്തു. ആമേൻ. പ്രിയരേ, ആമേൻ. നാളെ നമുക്ക് ആരാധിക്കാൻ അവസരം ലഭിക്കണമെന്നില്ല. കൈകാലുകളെ ചലിപ്പിക്കുവാൻ, അധരങ്ങളെ ചലിപ്പിക്കുവാൻ അവസരം നീട്ടിത്തന്ന ദൈവത്തെ ആമേൻ നമ്മൾ ഒരുമിച്ച് കരങ്ങളെ അടിച്ചു പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഇത് ഒരു ആത്മീയ ശുശ്രൂഷയാകുകയാണ്. ആമേൻ. വീഡിയോ ആമേൻ സ്ക്രീനിന്റെ മുൻപിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ഓൺ ആക്കിയാൽ ഒരുമിച്ച് കണ്ട് നമുക്ക് കർത്താവിനെ ആരാധിക്കാമല്ലോ. ഒരുമിച്ച് ഹല്ലേലൂയ. മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ വാഴ്ത്തിടും, സർവ്വ
സർവശക്തനായവനേ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ പാടിടും, സർവശക്തനായവനേ. യേശുവിൻ നാമം വിടുതലാ, യേശുവിൻ നാമം രക്ഷയാ, യേശുവിൻ നാമം ശക്തിയാ. യേശു എന്നെ വീണ്ടെടുത്തു, യേശുവിൻ നാമം വിടുതലാ, യേശുവിൻ നാമം രക്ഷയാ, യേശുവിൻ നാമം ശക്തിയാ. യേശു എന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ ഞാൻ യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനേ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനേ. യേശുവിൻ രക്തം ശുദ്ധിക്കാൻ, യേശുവിൻ രക്തം സൗഖ്യമാൻ, യേശുവിൻ രക്തം കഴുകലാൻ. യേശു എന്നെ വീണ്ടെടുത്തു, യേശുവിൻ രക്തം ശുദ്ധിക്കാൻ, യേശുവിൻ രക്തം സൗഖ്യമാൻ, യേശുവിൻ രക്തം കഴുകലാൻ. ഓ യേശു എന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനേ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനേ. നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ, മാറിപ്പോയി എന്റെ ശാപങ്ങൾ, സൗഖ്യമായി എന്റെ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ, മാറിപ്പോയി എന്റെ ശാപങ്ങൾ, സൗഖ്യമായി എന്റെ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. ദേശം നിറയും ഒരു യാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാട്ടിടുമ്പോ. തുറന്നിടുക നീരുറവ, ഞാൻ എഴുന്നേറ്റ് ശോഭിക്കുവാൻ. ദേശം നിറയും ഒരു യാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാട്ടിടുമ്പോ. തുറന്നിടുക നീരുറവ, ഞാൻ എഴുന്നേറ്റ് ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. കൃപയാലെന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോട് ആരാധിപ്പാൻ. ആത്മാവിനാൽ ശക്തിയാൽ വൻകോട്ടകൾ തകർത്തിടുവാൻ. കൃപയാലെന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോട് ആരാധിപ്പാൻ. ആത്മാവിനാൽ ശക്തിയാൽ വൻകോട്ടകൾ തകർത്തിടുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി
അന്ധകാര ശക്തികളെ അഭിഷേകം പകർന്നിടുക ശക്തി പ്രാപിക്കുക അഭിഷേകം പകർന്നിടുക ശക്തി പ്രാപിക്കുക അന്ധകാര ശക്തികളെ ഞാനാകുകയാ അന്ധകാര ശക്തികളെ ഞാനാകുകയാ അന്ധകാര ശക്തികളെ ഞാനാകുകയാ അന്ധകാര ശക്തികളെ ഞാനാകുകയാ ഇന്ന് രാത്രിയിൽ ആത്മനിറവിൽ സമയത്തിന്റെ പരിമിതി കൊണ്ട് ആമേൻ ഭയങ്കര ദൈവ സാന്നിധ്യം ഞങ്ങൾ ഈ റൂമിനകത്ത് അനുഭവിക്കുകയാണ്. ഇന്ന് രാത്രി ഇതിനകത്തൊരു കൈമാറ്റം നടക്കുന്നുണ്ട്. ആമേൻ എത്ര പേര് ഇതിനകത്ത് വിശ്വസിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഈ മീറ്റിംഗിനകത്ത് ചലിക്കുകയാണ്. ആമേൻ തീ ചുള്ളി കത്തുന്നത് പോലെ ആമേൻ ആമേൻ സിയോനിൽ പെയ്യുന്ന ഹെർമോനിയ മഞ്ഞ പോലെ ദൈവത്തിന്റെ കൃപയാ ആമേൻ. പാടിയതുപോലെ അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിപ്പ, അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. ആമേൻ ആമേൻ ആമേൻ. കർത്താവിൽ നമുക്ക് ഒരുമിച്ച് ആശ്രയിക്കട്ടെ. 1-2 മിനിറ്റുകൾ കൂടി എനിക്ക് തന്ന സമയം ആമേൻ തീർന്നിരിക്കുകയാണ്. ആമേൻ 1-2 മിനിറ്റുകൾ കൂടി സമർപ്പണത്തോടെ ആമേൻ. റോമലേഖനം 12 ആമേൻ 1 പറയുന്നത് ഇങ്ങനെയാണ്: സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയോ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ സമർപ്പണത്തോടെ നമ്മുടെ ജീവിതത്തിൽ എക്കാലം മറക്കാൻ കഴിയാത്തതായ ഒരു മീറ്റിംഗ് ആയി ഇന്ന് രാത്രി മാറട്ടെ. ആമേൻ. നമ്മുടെ ക്ഷീണങ്ങൾ മാറുന്ന, തളർച്ചകൾ മാറുന്ന, നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റുന്നതായ ഒരു നല്ല കർത്താവ് നമ്മുടെ കൂടെയുള്ളതിനാൽ നമുക്ക് ഒരുമിച്ച് പാടാമല്ലോ. എത്ര ദൂരം അങ്ങ് വിട്ടോടി ഞാൻ, അത്ര എത്ര ദൂരം അങ്ങേ വിട്ടു അമ്മേ ഞാൻ പോയി, അത്ര നേരം നമ്മെ കാത്തു നിന്നതായ ഒരു നല്ല കർത്താവ്. പ്രൈസ് ഗോഡ്. പലരും കാത്തു നിൽക്കത്തില്ല ആമേൻ, പക്ഷെ നമ്മെ കാത്തു നിന്ന ഒരപ്പൻ, യോഗ്യതയില്ലാത്ത നമ്മെ ആർക്കു വേണ്ടാതെ പുറംപറമ്പിൽ കിടന്ന് നമ്മെ തിരഞ്ഞെടുത്ത് ഈ മഹത്വവരെ പദവിയിൽ കൊണ്ടുവന്ന അപ്പൻ നമ്മുടെ കൂടെയുള്ളതിനാൽ ഒരുമിച്ച്
രക്ഷക ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ ഇതത്രയും വിചിത്രമേശു രക്ഷക എത്ര ദൂരം അങ്ങേ വിട്ടോടി ഞാൻ അത്രനേരം കാത്തു നിന്നെന്നെ എത്ര ദൂരം അങ്ങേ വിട്ടോടി ഞാൻ അത്രനേരം കാത്തു നിന്നെന്നെ തള്ളി പറഞ്ഞപ്പോ തള്ളി പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ല എന്നെ നീ ചൂടുള്ളൊരപ്പവും കുളിരിന ചൂടും പകർന്നു തന്നു എന്നിൽ നീ തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ല എന്നെ നീ ചൂടുള്ളൊരപ്പവും കുളിരിന ചൂടും പകർന്നു തന്നു എന്നിൽ നീ എത്ര ദൂരം അതിന്റെ വീട്ടോടിയ അത്ര നേരം കാത്തു നിന്നെ നീ എത്ര ദൂരം അങ്ങേ വിട്ടോടിയ അത്ര നേരം കാത്തു നിന്നെ നീ. Praise God. ഇന്ന് പകൽ ഈ വൈകിയ സമയം നമുക്ക് ഒരുമിച്ച് പറയാം, അപ്പാ എത്രയോ പ്രാവശ്യം ഞാൻ അകന്നു പോയി. ആമേൻ. തള്ളി പറഞ്ഞപ്പോഴും തള്ളിക്കളയാതെ അങ്ങ് എന്നെ അങ്ങ് ചേർത്ത് പിടിച്ചു. ആമേൻ. എത്രയോ പ്രാവശ്യം ഞാൻ തള്ളി പറഞ്ഞു, എത്രയോ സാഹചര്യങ്ങളിൽ ഞാൻ അകന്നു പോയി. പക്ഷേ ആ സമയത്തൊന്നും നമ്മെ കൈവിടാതെ നമുക്ക് കാത്തു നിന്ന് ഒരു നല്ല അപ്പൻ നമ്മുടെ കൂടെയാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എത്ര വലിയ സ്നേഹമാണ്, എത്രമാത്രം നമ്മെ സ്നേഹിച്ചു. റോമാലേഖനം അതല്ലേ പറയുന്നത്, അഭക്തർക്ക് വേണ്ടി തക്ക സമയത്ത് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുവാനിടയെ തീർന്നു. ആ നല്ല കർത്താവ് ഇന്ന് നമ്മുടെ മധ്യേ ഉണ്ട്. ഈ മീറ്റിംഗിനകത്ത് വലിയ അത്ഭുതങ്ങൾ ചെയ്യും. ദൂരപരിധികളില്ല. സാഹചര്യങ്ങൾ എത്ര പ്രശ്നങ്ങളായിരുന്നാലും സാഹചര്യങ്ങളെ മാറ്റുന്ന ഒരു നല്ല കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതാ തിരുവചനം പറയുന്നത്, ഫോർ വിത്ത് ഗോഡ് നത്തിങ് ഷാൽ ബി ഇംപോസിബിൾ. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലോ, സാധ്യമാക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. പ്രാർത്ഥിക്കാം. അൻപുള്ള ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, മനോഹരമായ നല്ല രാത്രിക്കായി പകലിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. വിവിധ ടൈം സോണിൽ, വിവിധ സാഹചര്യത്തിൽ, വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ മഹത്വപേരെ ശുശ്രൂഷയ്ക്ക് പങ്കാളിത്തം വഹിക്കുന്നതായ ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങൾക്കായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളെ മറക്കണേ. വചനം സംസാരിക്കുന്ന ഞങ്ങളുടെ അഭിഷുദ്ധന്മാരെ, കർത്തൃദാസിമാരെ ദൈവം ബലപ്പെടുത്തണം. ഇതിനെ ചുമൽ വഹിക്കുന്നതായ പ്രിയ കർത്തൃദാസിക്കായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാ. സ്വർഗ്ഗം അനുഗ്രഹിക്കും, മഹത്വമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. എല്ലാത്തിലുപരിയായി അങ്ങയുടെ വരവിനായി ഞങ്ങളോട് ഒരുക്കണമേ.